കണ്ണൂരിലും കനത്ത മഴയാണ്. പയ്യന്നൂർ തവിടിശ്ശേരിയിൽ വീട് തകർന്നു. വെള്ളാർകുളങ്ങര ക്ഷേത്രത്തിന് സമീപത്തെ പുണ്ണാക്കൻ തമ്പായിയുടെ വീടാണ് തകർന്നത്. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, ചെറിയൊരു വീടായിരുന്നു അല്ലേ? അത് പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണോ? റോഷ്നി, തീർച്ചയായിട്ടും പൂർണ്ണമായി തകർന്നിട്ടില്ല. പക്ഷേ വീടിന് മുകളിൽ ഒരു മരം വീണതാണ് ഈ വീട് തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ്. ജില്ലയിൽ പല മേഖലയിലും ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്യുകയാണ്. ഉച്ചയോടുകൂടിയാണ് മഴ വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുകയും അത്തരത്തിൽ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരം ശക്തമായിട്ടുള്ള മഴ പലയിടങ്ങളിലും പെയ്യുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ മലയോരത്താണ് കാര്യമായ രീതിയിൽ മഴ പെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ നഗരത്തിലുള്ള തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ്. ഈ മേഖലയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. വലിയ അളവിൽ വെള്ളമൊക്കെ കുത്തിയൊലിച്ചെത്തുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത്രയും ശക്തമായ രീതിയിലുള്ള മഴയാണ്. ഇന്ന് റെഡ് അലേർട്ടാണ് കണ്ണൂർ ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ തരത്തിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ ഒരു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കലക്ടർ മഴ പെയ്യുമെന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും കണ്ണൂർ ജില്ലയിലെ പല മേഖലയിലും ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്യുകയാണ്. വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിൽ കൂടിയും ശക്തമായ മഴ എല്ലായിടത്തും പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്യുകയാണ്. ഇപ്പോൾ കണ്ണൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. രാവിലെയൊക്കെ അല്പം ശാന്തമായ അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏകദേശം ഉച്ചയ്ക്ക് ശേഷമാണ് മഴ കനക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ. റോഷ്നി, ശരി, അർജുനാണ് കണ്ണൂരിൽ നിന്ന് മഴയത്തു നിന്നും വിവരങ്ങൾ നൽകിയത്.